ഹരി ഓം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു ആദരണീയ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. പൊതുവെ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ദാരിദ്ര്യത്തിന് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്ക് ജാതിയോ മതഭേദമോ ഒന്നും തന്നെ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ യാതനകളും വേദനകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഏതൊരു ഈശ്വര സൃഷ്ടിയാവട്ടെ, അതിന് നമ്മളാലാകുന്ന സഹായം ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം മനുഷ്യരാകുന്നത്. അത് ദൈവീക വിശ്വാസികളെ സംബന്ധിച്ച് ഈശ്വര പൂജനം ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അയാൾക്ക് ആവതില്ലാത്ത കാലത്ത് സഹായിക്കുക എന്നാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ്. ഈ ഒരു വിഷയം നമ്മൾ എടുക്കാനുള്ള കാരണം, നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മാന്യദേഹം, അദ്ദേഹത്തെ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. ക്ഷേത്ര ശാന്തിക്കാരനായി അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലം തൊട്ട് നമുക്കറിയാം. അപ്പൊ ക്ഷേത്ര ശാന്തിക്കാരനായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇതിനെ എടുത്തു വെച്ചിരിക്കുന്നത്. തന്നാലാകുന്ന ഏത് ജോലിയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തൊരു വ്യക്തിയെയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കണ്ടത്. എന്നാൽ ഇന്ന് ഒരു തൊഴിലും ചെയ്യാനാവതില്ല എന്നുള്ളൊരു വിഷമഘട്ടത്തിലാണ്. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ക്രീനിൽ അദ്ദേഹത്തെ പൂർണ്ണമായി കാണാനുണ്ടാകില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് എണീറ്റിരിക്കാൻ പോലും കഴിയില്ല. ആ സാഹചര്യത്തിൽ തൊട്ടടുത്ത് ആ ഒരു ഫോൺ ക്യാമറ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് സംവദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ഈ മാന്യദേഹത്തിന്റെ പേര് ശ്രീ പെരികമന സമ്പാണ്ട നാരായണൻ നമ്പൂതിരി എന്നാണ്. കണ്ണൂർ സ്വദേശിയായിരുന്നു, ജനം കണ്ണൂരായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ശാന്തിക്കാരനാകുന്നത് കൊണ്ട് തന്നെ കണ്ണൂരൊക്കെ വിട്ട് കുറെ കാലമായി കേരളത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ മലപ്പുറത്ത് വെച്ചാണ് ഞങ്ങൾ ഏകദേശം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് കാണുന്നു. നമ്മള് ശിവസേനയുടെ ഒരു പരിപാടിക്ക് ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണം കിട്ടി പോയപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന നേരത്താണ് ഈ മാന്യദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തുടങ്ങിയ ആ പരിചയം ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട്. നമ്മള് അത്രയും ആദരവും ബഹുമാനവും ഉണ്ട് നമ്മുടെ ഇവിടുത്തെ കൊച്ചു കുട്ടികളോടടക്കം. അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയോട് നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എന്നാണ് പറഞ്ഞത്, മുത്തശ്ശനാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്രയും അടുത്ത് നിൽക്കുന്ന ഈ വ്യക്തി വീണ് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. നമുക്കാകുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പലതവണ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ച പലർക്കും ഇതിന്റെ ഗൗരവം മനസ്സിലായത്, അത് ഇദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. ആ രീതിയിലുള്ളൊരു സഹായം ലഭിച്ചതായിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും സമാജത്തിന്റെ മുന്നിൽ നമ്മൾ ഈ സാധു എന്ന അർത്ഥത്തിൽ മലയാളത്തിലെ സാധു ആണെങ്കിലും അല്ല സംസ്കൃതത്തിലെ സാധു ആണെങ്കിലും ആ രണ്ടു വാക്കിന്റെയും അർത്ഥം പൂർണ്ണമാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ശ്രീ പെരികമന സമ്പാണ്ട നാരായണൻ നമ്പൂതിരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. തിരുമേനി നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ തിരുമേനി പറഞ്ഞോളൂ, തിരുമേനി സംസാരിച്ചോളൂ. നമ്മൾ 8 വർഷത്തെ പരിചയമല്ല, ഒരു 20 വർഷത്തിന് മുകളിലായി. ആവട്ടെ, വർഷത്തിലൊക്കെ ചിലപ്പോ ചില പിഴവുകളൊക്കെ പറ്റും. എന്തായാലും തിരുമേനി ഓർത്തിരിക്കുന്നുണ്ടല്ലോ, അതിന് വലിയ സന്തോഷമാണ്. തിരുമേനി കണ്ണൂരല്ലേ ജനിച്ചതൊക്കെ? കണ്ണൂരല്ലേ? പയ്യന്നൂര്. ഇപ്പൊ തിരുമേനി എവിടെയാണ്? ഇപ്പൊ ഈ കിടപ്പിലായിട്ട് ഇപ്പൊ തിരുമേനി എവിടെയാണ്? ഞാൻ മണ്ണാർക്കാട് ഭാര്യ വീട്ടില്. ആയിക്കോട്ടെ, അത് എന്താ പറയാ, ഈ സ്ഥലപ്പേര് പറഞ്ഞോളൂ. കാരണം നമ്മൾ സംസാരിക്കുന്നത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാലോ എന്ന് തിരുമേനി കരുതരുത്. നമ്മൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. തിരുമേനി ഇപ്പൊ മണ്ണാർക്കാട് ഏത് സ്ഥലത്താണ് താമസിക്കുന്നത്? തിരുമേനിക്ക് അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം കിടപ്പിലാണ്. അദ്ദേഹം മണ്ണാർക്കാട്
ആണ് സ്ഥിരതാമസം. അവിടെ ഒരു ശാന്തി വൃത്തിക്കായിട്ടാണ് മണ്ണാർക്കാട് എത്തിയത് അദ്ദേഹം. അപ്പോഴാണ് പിന്നീട് ചെറുതായിട്ട് വയ്യായി കൂടിയത്. നമ്മൾ കാണുന്ന സമയത്ത് ചെറുതായിട്ടൊരു വാദത്തിൻ്റെതായ ഒരു അസ്ഥ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു കയ്യൊക്കെ കോച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒറ്റ കൈയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു നേരത്തെ ക്ഷേത്ര ശാന്തിയൊക്കെ ഉള്ള ക്ഷേത്രത്തിലാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അദ്ദേഹം അവിടെ ശാന്തി വൃത്തി ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ പോയി അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മൾ ശാന്തി വൃത്തി ചെയ്യുമ്പോൾ നമ്മളെ തന്നെ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയി പരിചയപ്പെടുത്താനൊക്കെ അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതി പരിശ്രമിച്ചിട്ടുണ്ട്. പലരെയും കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ശാന്തി വൃത്തി അറിയുന്ന ആളാണ്, നമ്മളുടെ ആചാരങ്ങൾ കൃത്യമായി പിൻപറ്റുന്ന ആളാണ്, അദ്ദേഹത്തെ പരിഗണിക്കണം എന്നൊക്കെ ആ കാലത്ത് പലരെയും കണ്ട് അദ്ദേഹം ആകുന്ന രീതിയിലെല്ലാം അന്ന് ആ കാലത്ത് പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ ഇപ്പോ ഈ മണ്ണാർക്കാടാണെന്ന് പറഞ്ഞു, അവിടെ ശാന്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് വയ്യാണ്ടായി. ആ കാര്യം അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും ജോയിൻ ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ അദ്ദേഹത്തെ സഹായിക്കാൻ ഇപ്പോ ഭാര്യ മാത്രമാണ് കൂടെയുള്ളത്. അതിലെന്തോ പുറത്തെന്തൊരു ജോലിക്ക് പോകുന്നുണ്ട്. ആ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പൊ എങ്ങനെ വെച്ചാൽ കിടന്നിടത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഭാര്യ ഇവിടെ ജോലിക്ക് പോയി വന്നിട്ട് അവരാണ് ആ ഫോണൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പൊ ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഫോണ് കട്ടായത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും അടുക്കളയിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ അവരെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് കയറിയിട്ട് വേണം ഇപ്പൊ രണ്ടാമത് ഇതിലേക്കൊന്ന് റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രേക്ഷകര് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നമ്മള് കുറച്ച് സമയം നാരായണ നമ്പൂതിരിപ്പാടിനെ കേൾക്കാൻ തയ്യാറാവുക. ഒപ്പം അദ്ദേഹത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താം. കാരണം നമുക്ക് ചിലപ്പോ സാമ്പത്തികമായിട്ട് വലിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം സാമ്പത്തികം തന്നെയാണ്. കാരണം മറ്റൊന്നും ഒരു തൊഴിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹം പല തൊഴിലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അല്ലാണ്ട് ചിലപ്പോൾ ചിലർ ചോദിക്കും, എന്താ ബ്രാഹ്മണൻ എന്താ ഈ വേറെ വല്ല പണിക്കും പോയിക്കൂടെ, ഈ അമ്പലം പണി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ മാത്രം കണ്ടുപോകുന്ന ആളുകളോട് നമ്മൾ ചോദിക്കും. എന്നാൽ നാരായണ നമ്പൂതിരിപ്പാട് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ആകുന്ന തൊഴിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടാകും. അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിക്കരുത്. പ്രത്യേകിച്ച് കമന്റ് ആയിട്ടൊന്നും അത്തരം ചോദ്യങ്ങളൊന്നും ഒരിക്കലും വരരുത്. അതൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ. ഒരിക്കലും നമുക്കൊരാൾക്കും പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു വാക്കുകളല്ല. അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുന്നത്. അത്തരം സാമാന്യ ചിന്തയില്ലാത്ത വ്യക്തിയല്ല നമ്മൾ. അങ്ങനത്തെ ആളുകളെയൊന്നും നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കും. ഇത് കൃത്യമായിട്ട് ഒരു മനുഷ്യനോടുള്ള സ്നേഹം ആണ് നമ്മൾ കാണിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തിന് വലിയ സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളേവരും സഹായിക്കുക. അപ്പൊ നാരായണ നമ്പൂതിരി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. തിരുമേനി സംസാരിച്ചോളൂ. എവിടെയാണ് മണ്ണാർക്കാട്? എവിടെയാണ് ഇപ്പൊ മണ്ണാർക്കാട്? എവിടെയാണെന്ന് പറഞ്ഞു മുഴുവൻ. മണ്ണാർക്കാട് പയ്യനിടം. ഓക്കെ, തിരുമേനി അവിടെ ഓക്കെ മതി. തിരുമേനി അവിടെ ശാന്തിക്ക് പോയതല്ലേ? അപ്പോഴല്ലേ കൂടുതലായിട്ട് വയ്യാണ്ടായത്? അതെ, ഒരു 6 മാസമായി. ഇപ്പൊ പൂർണ്ണമായിട്ട് കിടപ്പിലാണ്. അതെ. അതെ. അപ്പൊ തിരുമേനി അവിടെ ശാന്തി ചെയ്യുമ്പോ ശാന്തിക്ക് പറ്റാണ്ടായിട്ട് വേറെന്തോ തൊഴിലെടുത്തല്ലോ. അതെന്താ തൊഴിലെ? അതിപ്പോ ഓർമ്മയില്ല. അല്ലത് പറഞ്ഞോളൂ. പെട്ടിക്കട നടത്തിയത് പറഞ്ഞോളൂ. ആൾക്കാർ അറിയട്ടെ. തിരുമേനി കഷ്ടം ഇപ്പൊ കിട്ടില്ല. ശാന്തി ഉപേക്ഷിച്ച് വേണ്ടാച്ച ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം മണ്ണാർക്കാട് പഞ്ചായത്തിന്റെ പെട്ടിക്കട അവർ തന്നിട്ട് പഞ്ചായത്തിന്റെ അതിലാ ഇപ്പൊ ഭാര്യ. ആദ്യമൊക്കെ ഞാൻ വാക്കുറ് വെച്ച് നടത്തുന്നു. ഇപ്പൊ വാക്കുറ് വെച്ച് നടക്കാനും പറ്റാത്ത അവസ്ഥയായി. തീരെ വയ്യ. ഒരു ദിവസം 14 ഗുളിക വേണം.
രാവിലെ കഴിഞ്ഞിട്ട് തിരിയാനും പറയാനും വലിയ ബുദ്ധിമുട്ടാണ്. ഒരാളെപ്പോഴും ഒരു ആശ്രയം വേണം. ഇതുവരെ ചെയ്യുന്ന വൈഫിന്റെ ഏട്ടന്റെ മക്കളാ, അവരിവിടെ ആരുമില്ല. ആൾക്കാരെ അവരൊക്കെ പോയി. പിന്നെ ഭാര്യ രാവിലെ പെട്ടിക്കാട് തുറക്കാൻ പോകും, രാവിലെ 6 മണിക്ക് പോകും, 11:30 വരും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും, പിന്നെ തിരിച്ചു പോകും, പിന്നെ വൈകുന്നേരം 6 മണിക്കാ വരിക. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ 6 മാസമായി തീരെ കിടപ്പന്നെയാ. കടയിൽ തന്നെ പോയിട്ട് 5 മാസം കഴിഞ്ഞു. അതായത് പയ്യനട കടയിൽ തന്നെ പോയിട്ട് 5 മാസമായി. ലോട്ടറി കച്ചവടം നടത്തിയിരുന്നല്ലോ തിരുമേനി, ഇപ്പൊ വയ്യാണ്ടായപ്പോ അതും നിന്നോ? അതെങ്ങനെയാ? അത്യാവശ്യം പോണല്ലോ, ഒരു 10-15. ആദ്യമൊക്കെ ഒരു ബുക്ക് വാങ്ങിയിരുന്നു, 25-നുണ്ടാവും. 830 കൊടുത്താൽ 165 നമുക്ക് കമ്മീഷൻ. ഞാൻ അവിടുന്ന് പോയതുകൊണ്ട് അത് ക്ലിയറായി പോവാത്തോണ്ട് ഇപ്പൊ ഒരു 10 വാങ്ങി അത് വെക്കും. ഒരെണ്ണം വിറ്റാല് 5 രൂപ കിട്ടും. തിരുമേനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. തിരുമേനിനെ ആരോ സാമ്പത്തികമായിട്ട് പറ്റിച്ചിട്ട് പോയല്ലോ, അതിന്റെ പൈസ കിട്ടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ തിരുമേനിക്ക്? കിട്ടി. അത് തിരുവനന്തപുരത്ത് ഇവരെ കിടപ്പിൽ കിട്ടി, അത് കിട്ടി. ആ പൈസ തിരിച്ചു കിട്ടില്ല. ഇനിയിപ്പോ ആരും പറ്റിച്ചോരൊന്നും ഇല്ലല്ലോ തിരുമേനിനെ സാമ്പത്തികമായിട്ട് പറ്റിച്ചാരൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ പെൻഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ തിരുമേനിക്ക്? 6 മാസമായി, 5 മാസമായി കിട്ടിയിട്ട് കിട്ടും. അപ്പൊ ഭാര്യക്ക് പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഇപ്പൊ നമുക്കുള്ളത്. അതെ. പിന്നെ ആളുകളൊക്കെ കൂട്ടുകാർ 500 1000 എപ്പോഴേലൊക്കെ തന്നു. അതെ. പിന്നെ തിരുമേനിയുടെ വീട്ടിലേക്ക് ഇല്ലത്തേക്ക് ഇറങ്ങുമ്പോ ഒരു വഴി വളരെ മോശമായിരുന്നല്ലോ, അതിപ്പോ എന്താക്കി? അതൊക്കെ ശരിയാക്കിയോ? അതിപ്പോ റോഡാക്കി വെച്ചിട്ടുണ്ട്. മുറ്റത്ത് വരെ വണ്ടി വരില്ല, തറവാട് വരെ വരും. അല്ല, നമ്മളാ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോ തിരുമേനിയെ വീണില്ലേ? നമ്മളാ കണ്ട സമയത്ത് തിരുമേനി വീണല്ലോ, അവിടെയൊക്കെ ശരിയാക്കിയോ? ശരിയാക്കി. ഓക്കെ. തിരുമേനി എങ്ങനെ ചികിത്സക്ക് ഇപ്പൊ എങ്ങനെ മാസത്തിൽ പോവേ അങ്ങനെ എന്തെങ്കിലും വേണോ? ഹോസ്പിറ്റലിൽ പോവ എന്തെങ്കിലും വേണോ? മാസത്തിൽ പോകണം. പാലക്കാട് തങ്ക ഹോസ്പിറ്റലിൽ ഉണ്ണിത്താൻ ഡോക്ടർ. അപ്പൊ വണ്ടിയൊക്കെ എങ്ങനെ രാവിലെ ഓട്ടോ ആയിട്ട് പോകും. ഓട്ടോ വിളിക്കും? അല്ല, ഇപ്പൊ 3 പ്രാവശ്യം പോണ വണ്ടി പൈസ അവര് ഡോക്ടർ കൊടുക്കും. ഇപ്പോഴത്തെ നാളെ പോകാൻ പറ്റും, നാളത്തെ അവസ്ഥ എന്താ അറിയില്ല. എല്ലാ ട്രീറ്റ്മെന്റും ചെലവും വണ്ടിക്കൂലി അവർ കൊടുക്കും. ആ ഉണ്ണിത്താൻ സാറാണ്. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പെൻഷനില്ല. തിരുമേനി ഇങ്ങനെ പൂർണ്ണമായും കിടക്കുന്നതിന് മുമ്പ് തൃശ്ശൂർ എന്തോ ഹോസ്പിറ്റലിൽ കാണിച്ചൊരു ഓപ്പറേഷൻ ഒക്കെ നടന്നില്ല. ഓപ്പറേഷൻ എന്തായിരുന്നു പറയാമോ? എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത്? ഒരു തലക്കൊരു ചെറിയൊരു മിന്നാമിനുള്ള കുരു കണ്ടതാ, പിന്നെ ഷോക്കായി ഓപ്പറേഷൻ കഴിഞ്ഞു. അതായത് ഒരു റോഡിന്റെ പറഞ്ഞാൽ റോഡില് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡിലും വണ്ടികള് കൂടി നിൽക്കണ്ടേ. അപ്പൊ അവർക്ക് ഇത് പോകാൻ സ്ഥലമില്ല, ജാമായി കിടക്കാണ്. അതുകൊണ്ട് ലേശം വീതി കൂട്ടിയാൽ ശരിയാവുമെന്ന് പറഞ്ഞു. തൃശ്ശൂർ മറ്റേ മെഡിക്കൽ കോളേജിന്റെ ഡോക്ടറെ കാണിച്ച്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 6 വർഷമായി. തിരുമേനിക്ക് സംസാരിക്കുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരുമേനി സ്ട്രെയിൻ ചെയ്യരുതേ, എനിക്ക് വയ്യാന്ന് പറയണേ, നമുക്ക് വിഷമാക്കരുത്. ഇപ്പത്തെ അവസ്ഥ വെച്ചാൽ 6 മാസമായി തീരെ കിടപ്പന്നെയാ. അപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ബെഡിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് നീച്ചു പോകാനൊന്നും വയ്യ. അതെ, എണീക്കാൻ വയ്യ. എണീക്കാൻ എന്താ വേണം? ചൊവ്വ വെള്ളി ഞായർ ഇവരെ ഭാര്യയുടെ അള്ളിയെ കുളിപ്പിക്കും, കസേരയിൽ ഇരുത്തി കുളിപ്പിച്ച് ഇവിടെ കിടത്തും. തിരുമേനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ അല്ലേ? മക്കളില്ല. ഇതിപ്പോ നമുക്കറിയല്ലോ എന്ന് കരുതരുതേ നമ്മൾ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് തിരുമേനിയെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷെ കേൾക്കുന്ന ആളുകൾ അറിയണം തിരുമേനിക്ക് എന്താ ബുദ്ധിമുട്ട്, തിരുമേനിയെ സഹായിക്കാൻ ആരും ഇല്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, വയ്യായിക്കുണ്ട്, ഭാര്യയ്ക്ക് തന്നെ പ്രായമുണ്ട്, വയ്യ. ആ സമയത്താണ് അവരും വയ്യാണ്ടാണെങ്കിൽ ഇപ്പൊ ഈ ജീവിക്കേണ്ട വെച്ചിട്ട് ഈ പെട്ടിക്കടയ്ക്കോ പോകുന്നത്. ഏത് തൊഴിലും മാന്യതയാണ്, അതുകൊണ്ട് പെട്ടിക്കട നടത്തുന്നത് മോശമെന്നല്ല. പക്ഷെ അവിടെ ഈ വരുമാനം നമുക്ക് ഈ ചികിത്സയൊക്കെ പാടാവുമ്പോ എത്തുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വല്ലാണ്ട് ഉണ്ട്. പിന്നെ ഇപ്പോ നമ്മുടെ സംഘടന ഇപ്പൊ അങ്ങ് ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചിരുന്നു, യോഗക്ഷേമ സഭ എന്തോ എന്ന് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ 2 പ്രാവശ്യം സഹായിച്ചു. 5000 രൂപ, പിന്നെ ഒരു ദിവസം 10,000 രൂപ. ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പ്രേക്ഷകർ. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം തന്നെ പറയുകയാണ് ഇന്നതാ കിട്ടി എന്നുള്ളത്. സത്യസന്ധമായിട്ട് ബ്രാഹ്മണസ്യ ലക്ഷണം സത്യവാനാണ്, സത്യവാൻ ബ്രാഹ്മണ, സത്യം പറയുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യം, അല്ലാണ്ട് മറ്റുള്ളതൊന്നും അല്ല.
അപ്പൊ ഇതൊന്നിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ നമ്മള് ആർക്കായാലും ഇപ്പൊ ഇവിടെ തന്നെ വിജിത്തമ്പി ഒക്കെ ഇവിടെ ആശ്രമത്തിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞപ്പോ അവര് ഓൾറെഡി അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന പോലെ അദ്ദേഹമൊക്കെ എന്തൊക്കെയാ സഹായം ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിന് ശേഷം അവരാൽ കഴിയുന്ന സഹായമൊക്കെ അവർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ചണ്ടാളയാഗത്തിൽ പങ്കെടുത്തപ്പോഴും അവിടെ വന്നിരുന്ന ചില മാന്യദേഹങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് അന്ന് അദ്ദേഹത്തിന് ഒന്ന് ചെറുതായിട്ട് പിടിച്ചു നടക്കാൻ പറ്റിയിരുന്നു. അന്ന് ചണ്ടാളയാഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് പറ്റുന്ന പോലെ അവിടുത്തെ യജ്ഞത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വർഷം ഡിസംബർ 4 നടക്കുന്ന ചണ്ടാള ജയന്തിക്ക് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹം കാലത്ത് വന്നിട്ട് അഗ്നിഹോത്രത്തിന് നമ്മളെന്താ വെച്ചാൽ നമ്പൂതിരിമാരനെ അഗ്നിഹോത്രം ചെയ്യട്ടെ എന്നൊരു കൺസെപ്റ്റ് നമുക്കുള്ളത് കൊണ്ട് ഈ സമയം വരെ കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം എങ്ങനെയെങ്കിലും ഒക്കെ ബസ് കയറി പിടിച്ച് വന്ന് അതിന് പങ്കെടുത്ത് കഴിഞ്ഞ തവണ ഇവിടുന്ന് ലാസ്റ്റ് രാത്രിയായപ്പോ വണ്ടിയിലാണ് ഇവിടുന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. അപ്പോ ഇത്തവണ ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഒന്ന് വരാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതില് നമുക്ക് വലിയ വിഷമമുണ്ട്. തിരുമേനിക്കൊന്ന് ഹോമകുണ്ടത്തിന്റെ പക്കത്തിൽ ഒന്ന് ഇരിക്കാൻ പോലും, ഇവിടെ കുട്ടികളുടെ ഒപ്പം ഒന്ന് ഇരിക്കാൻ പോലും തിരുമേനിക്ക് ആകില്ല എന്നറിയുമ്പോൾ വലിയ വിഷമമുണ്ട്. അപ്പോ ഇനിയിപ്പോ നമ്മള് തിരുമേനിക്ക് ഇപ്പൊ ഈ മരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ചെലവ് വരുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ സന്മനസ്സുകളുടെ സഹായം തന്നെയാണ് തിരുമേനിക്ക് വേണ്ടത്, അല്ലെ? മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ അത് കരുതിയിട്ട് തന്നെയാണ് തിരുമേനിക്ക് വയ്യെങ്കിലും തിരുമേനിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി, ഒട്ടും വയ്യാതെ കിടക്കുന്ന അങ്ങയെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മളാൽ. ഒരാൾ ചോദിച്ചു, ബാബാജി എന്താ ഇപ്പൊ ഇദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ടത്? ഇദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട ഇപ്പൊ അവിടെ നമ്മൾ വാട്ടർ ബെഡ് ഒക്കെ ഉണ്ടോ? വാട്ടർ ബെഡ് അതുപോലെ തന്നെ വാട്ടർ ബെഡ് ഉണ്ടോ തിരുമേനിക്ക്? വാട്ടർ ബെഡ് ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് മുകളിലേക്കായിട്ട് കിടക്കുന്ന സാധാരണ ആസ്പത്രി കിടക്കുന്ന ബെഡില്ലേ, ഈ ഇരുന്നാല് കിടന്ന അവനൊന്നും സൗകര്യത്തിന് എണീക്കാൻ പറ്റിയ സൗകര്യം. ജസ്റ്റ് ഒന്നിനെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന പോലെ ഒരു ഇതായി കഴിഞ്ഞു. അദ്ദേഹം പോയിട്ടുണ്ട്, അദ്ദേഹം റീജോയിൻ ചെയ്യും. അപ്പൊ എന്തായാലും ചോദിച്ച സുധീഷ് PS ചോദ്യം, ബാബാജി എന്താ ഇപ്പോൾ ഇദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട? അദ്ദേഹം തന്നെ പറയുന്നത് വെച്ചാൽ അദ്ദേഹം കിടന്ന കിടപ്പില് ഒന്നിങ്ങനെ വളഞ്ഞൊന്ന് വരാനും ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നിങ്ങനെ ഇരിക്കാൻ വയ്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പാവം ആണ്. അപ്പൊ അവർക്ക് ചുറ്റും ഇദ്ദേഹത്തെ താങ്ങി പിടിച്ച് ഇരുത്തലൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ അതിന് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട് ഭാര്യയുടെ കണ്ടിട്ടോ അല്ലെങ്കിൽ വരുന്നവരുടെ കണ്ടിട്ടോ ആയിരിക്കാം അദ്ദേഹം ജസ്റ്റ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ബെഡിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കുന്നതിന് വേണമെങ്കിൽ ഒന്നിങ്ങനെ നിവർന്ന് ഒന്ന് ചെറുതായിട്ട് ചാഞ്ഞിരിക്കണമെങ്കിൽ പോലും അതിനൊരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സഹായം ആണ് അദ്ദേഹം ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്തും അദ്ദേഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രത്യേകിച്ച് മണ്ണാർക്കാട് പ്രദേശത്തൊക്കെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പയ്യനിടമാണ് അദ്ദേഹം താമസിക്കുന്നത്. തമ്മാട നാരായണ നമ്പൂരി ഒരു തൊട്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. ക്ഷേത്രത്തിന്റെ പേരൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാനും അദ്ദേഹം റീജോയിൻ ചെയ്യണമെങ്കിൽ എന്ന് ചോദിക്കാം. അപ്പൊ അതിന്റെ അടുത്താവുന്നത് തന്നെ അത് ആ കാലത്ത് ആ ക്ഷേത്രക്കാരൊക്കെ തന്നെ അവിടെ ഒരു സൗകര്യം, അവിടെ ഭാര്യ വീടൊക്കെ പാടെ അവിടെ അതുകൊണ്ട് സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പൊ ഒരു എന്താ വെച്ചാൽ അവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് അന്വേഷിച്ചാൽ കിട്ടും. അല്ല എന്നുള്ളവരാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാനില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ഗൂഗിൾ പേ നമ്പറിൽ നമ്മൾ സാമ്പത്തികം നമുക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല, അല്ലാണ്ട് ആശ്രമത്തിന്റെ നമ്പർ ഒന്നും അല്ല അതിൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പറാണ്, നാരായണൻ SP എന്ന പേരിൽ ഉള്ള ഗൂഗിൾ പേ നമ്പറാണ്. അപ്പൊ അത് പക്ഷെ പൈസ അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ ഈ ഒരു ബെഡ് ആണ് അദ്ദേഹത്തിന് ഒന്ന് ചെരിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യത്തിൽ ബെഡ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്യുന്നവർ ഇത്തരം സാധനങ്ങൾ ഇതിൽ അസംബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാം. അതല്ലെങ്കിൽ സ്പോൺസർമാരുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. നേരിട്ട് അദ്ദേഹത്തിനെ വിളിച്ചത് ചെയ്തു കൊടുക്കാം. അല്ല നമ്മളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ചെയ്യാം, അതിനൊന്നും വിരോധമില്ല. എന്താ വെച്ചാൽ അധികവും അദ്ദേഹത്തിന് നേരിട്ട് എത്തിക്കാൻ അവിടെ ചെയ്തോളും. നമ്മൾ ചെയ്താലും നിങ്ങൾ ചെയ്താലും അവർ ചെയ്താലും ഒക്കെ അദ്ദേഹത്തിന്റെ കാര്യം നടക്കാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യനെ കൂടെ വാട്ടർ ബെഡ് ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാൾക്ക് സ്ഥിരമായിട്ട് ആ ഒരു സാധാരണ ബെഡിൽ കിടന്നതിന്റെ മേലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടാനിടയുണ്ട്. അപ്പൊ അതൊക്കെ വിഷമാവും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യാം. പിന്നെ കൂളറോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് ചോദിക്കാം. എന്നുവെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം യോഗക്ഷേമ സഭയുടെ ഒരു മെസ്സേജ് അതിന്റെ ഗ്രൂപ്പിലൂടെ പാസ് ചെയ്തൊരു മെസ്സേജ് ഇദ്ദേഹം നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓൾറെഡി എന്താ വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ വാട്ടർ ബെഡ് കൂളറിന്റെ കാര്യമൊക്കെ അവർ അന്വേഷിച്ചിട്ടുണ്ടായി. അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരു പഴയതുണ്ടെങ്കിൽ പോലും കൊടുത്തോളാനാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ തിരക്കേടില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അത്യാവശ്യം ഇല്ലാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതായാലും വിരോധമില്ല, അത് പാഴ്സൽ ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഒന്നും അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്ന കാലത്ത് എല്ലായിടത്തും എത്തുകയും എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയും ഒക്കെ, അതുപോലെ തന്നെ ഓരോ പെൺകുട്ടികൾക്ക് കല്യാണം നടക്കാത്ത പെൺകുട്ടികൾക്ക് അദ്ദേഹം പൂജ ചെയ്തോളൂ എന്ന് പറയല്ല ചെയ്തിരുന്നത്. ഏതെങ്കിലും തരത്തിൽ തനിക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോയി കണ്ട് സംസാരിച്ച കല്യാണം നടത്താൻ പരിശ്രമിക്കുക, ഇതൊക്കെ ചെയ്ത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ അത് ആദ്യം ബെഡ് ചോദിച്ചു, അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് അതിന്റെ വാട്ടർ ബെഡിന്റെ കാര്യം.
ഒക്കെ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന് വേറെ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ജന്മം കിട്ടിക്കഴിഞ്ഞ് ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കപ്പെടുന്നത് വരെ എത്ര തന്നെ വേദനയും പീഡനമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതങ്ങോട്ട് അവസാനിപ്പിക്കുന്നത് വരെ നിലനിന്നേ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ചികിത്സ കാര്യങ്ങളൊക്കെ ആ പെട്ടിക്കട എന്ന് പറഞ്ഞാൽ പെട്ടിക്കട പറഞ്ഞാൽ വളരെ ചെറിയ നമ്മളിങ്ങനെ ഈ ഇരുമ്പിന്റെ ചെറിയ ഷീറ്റ് കൊണ്ടുണ്ടാക്കുന്ന സാധാരണ ചെറിയ റോഡ് സൈഡിൽ അത് അങ്ങനത്തെ ഇത് മാത്രമാണ് കേട്ടോ. വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണെന്ന് ആരും കരുതരുത്. അപ്പൊ അവിടെയാണ് ഈ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ടൊന്നും അവിടുത്തെ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ ഇപ്പൊ ആരും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫോണൊന്നും ഇല്ലാണ്ട് ആർക്കും പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക തിരുമേനി അപ്പോ ഈ ബെഡിന്റെ കാര്യമാണ് തിരുമേനി പറഞ്ഞ, കട്ടിലിന്റെ കാര്യമാണ് പറഞ്ഞത് തിരിച്ചു വെക്കാൻ വേണ്ടി. പിന്നെ അവിടെ കൂളറോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടോ തിരുമേനിക്ക്? ഫാനാണോ, കൂളറാണോ, എ സി ആണോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ തിരുമേനിക്ക് ഈ ചൂടത്തന്നെ? പിന്നെ ഇപ്പൊ വാർത്ത വീടല്ലേ, കുറച്ച് ചൂട് ആരംഭിക്കില്ലേ മഴയെ കഴിഞ്ഞ? ചെറിയൊരു ഇത് ഫാനുണ്ട്. ഓക്കെ. പിന്നെ വാട്ടർ ബെഡ് ഇല്ല അപ്പോ? വാട്ടർ ബെഡ് ഉണ്ട്, പക്ഷെ അത് വെള്ളം മുഴുകുകയാണല്ലേ. ആ അപ്പൊ രണ്ടാമത് വേണ്ടത് കട്ടില്. പിന്നെ ഫാന് കേട് വന്നു, രണ്ടും കേട് വന്നു. ടേബിൾ ഫാനാ. അപ്പൊ കൂളറൊക്കെ മറ്റേ യോഗക്ഷേമ സഭയുടെ ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലെ അങ്ങേക്ക്? ഇല്ല. ഓക്കെ. പിന്നെ ചികിത്സക്ക് പോയി വരുമ്പോ ഏകദേശം വണ്ടി പൈസ വാടക ഇനത്തിലൊക്കെ ഇപ്പൊ എന്ത് വരുന്നുണ്ടേ അറിയോ? വണ്ടി വാടകയൊക്കെ ആയിട്ട് ഈ പോയി ഒരു പോക്ക് വരവിന് ഡോക്ടർ കൊടുക്കും. വണ്ടി വാടക ഡോക്ടർ കൊടുക്കും. അതിന്റെ ഇപ്പൊ സ്ഥിരമായിട്ട് ഡോക്ടർ കൊടുക്കാന്ന് പറയുമ്പോ ഞാൻ ആർക്കെങ്കിലും സഹായിക്കണ, ഒരു മാസത്തിൽ സഹായിക്കണമെങ്കിൽ ഏകദേശം ഇപ്പൊ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് വരെയുള്ള പോക്ക് വരവിന്റെ ഓട്ടോന്റെ ചാർജ് അതാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇപ്പൊ എനിക്ക് അറിയുണ്ടാവോ? 1600. അതാ ചോദിച്ച ഡോക്ടർക്ക് സെന്റ് മനസ്സിലും ഡോക്ടർ കൊടുക്കുന്നു. സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും തിരുമേനി ഒരു മാസത്തില് തിരുമേനിയുടെ ഓട്ടോ പൈസ തരണം തോന്നുകയാണെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ, ഗൂഗിൾ പേ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അങ്ങനെ ചോദിക്കാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോ അപ്പോ തിരുമേനിയുടേതായിട്ട് തിരുമേനി ഇപ്പൊ ബെഡ് ഈ കട്ടിലിന്റെ പോലും ചെഞ്ഞിരിക്കുന്നത് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഫാനൊക്കെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു. പോകാനുള്ള ചെലവ് പറഞ്ഞു. വേറെ എന്താ തിരുമേനിക്ക് അത്യാവശ്യമായിട്ട് എന്നെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഇന്ന ഒരു സഹായം എനിക്ക് പെട്ടെന്നൊന്ന് ചെയ്തു തരാണെങ്കിൽ ചെയ്തു തരൂ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മറ്റതൊക്കെ എല്ലാവർക്കും സാമ്പത്തികമൊക്കെ എപ്പോഴും വേണ്ടത് തന്നെയാണ്. വേറെ എന്തെങ്കിലും തിരുമേനിക്ക് പറയേണ്ടതുണ്ടോ തിരുമേനി കേൾക്കുന്നവരോടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ മനുഷ്യരോടും? അവിടെ ജാതിഭേദം, ലിംഗഭേദം, മതഭേദം ഒന്നും ഇല്ലാണ്ട് ഓരോ എന്താണ് കട്ടിലാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ കട്ടിലാണ് തിരുമേനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കാൻ, കഞ്ഞിയോ കുടിക്കണമെങ്കിൽ ഒന്നിങ്ങനെ നിവർന്നിരിക്കുന്ന പോലെയുള്ള കട്ടിലല്ലേ ഉദ്ദേശിച്ചേ? കുഴപ്പമില്ല. അങ്ങനത്തെ കട്ടിലല്ലേ തിരുമേനി പറയുന്നേ? അല്ല നമുക്ക് വളരെ വ്യക്തമാവാൻ വേണ്ടി വീണ്ടും അത് ചോദിക്കുന്നേ. ആസ്പത്രിയിലൊക്കെ ആണല്ലേ സ്റ്റിച്ച് കൊടുക്കണേ, അത് ചെരിച്ച് കിടക്കാൻ. അതിന്റെ എനിക്ക് മനസ്സിലായി. തിരുമേനി കിടക്കുന്നതോ തിരുമേനിക്ക് നമ്മൾ ഇരിക്കണ പോലെ ഒന്ന് ചെരിഞ്ഞിരിക്കാനൊക്കെ പറ്റുന്ന പോലെയല്ലേ പറയുന്നേ? അതെ. അത് അതിനെ തിരിച്ചു കഴിഞ്ഞാൽ തിരുമേനിക്ക് ഓൾറെഡി ഇങ്ങനെ ജസ്റ്റ് പൊന്തി വരാൻ പറ്റണം, അതല്ലേ പറയുന്നേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളെ കേൾക്കുന്നവര് ഇത് തീർച്ചയായിട്ടും കേട്ടാവും. അങ്ങയുടെ ബുദ്ധിമുട്ട് അവര് മനസ്സിലാക്കും. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത്, കേവലം ഒരു പൂജാരി ആയിരുന്ന ഒരു വ്യക്തിയെ സഹായിക്കാനല്ല നമ്മൾ പറയുന്നത്. പൂജ ചെയ്യുകയും മറ്റെല്ലാ തൊഴിലും തനിക്ക് ആകും വിധം ആ കയ്യിനും കാലിനും വയ്യാത്ത സമയത്ത് പോലും എടുത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലും തിരുമേനിക്ക് വിഷമമുണ്ട്. ഒന്നും എന്തിനും പറ്റുവെച്ചാൽ തിരുമേനി പോയിരുന്നു. അത് നമുക്ക് 100 ഉറപ്പാ. തെങ്ങ് കയറാൻ പറ്റിയ തിരുമേനി തെങ്ങ് കയറാൻ പോയിരുന്നു. മുടി വെട്ടാൻ പറ്റിയ തിരുമേനി മുടി വെട്ടാൻ പോയിരുന്നു. അങ്ങനെ എന്ത് പാടത്ത് കളിക്കാൻ പറ്റിയ തിരുമേനി പാടത്ത് കളിക്കാൻ പോയിരുന്നു. പക്ഷെ ഇതിനൊന്നും തിരുമേനിക്ക് ആകതില്ലാത്തത് കൊണ്ട് തന്നെയാണ് തിരുമേനി കിടക്കുന്നതെന്ന പൂർണ്ണ ബോധ്യം, 100% ബോധ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശ്രോതാക്കളോട് പറയുന്നത്, നമ്മളാൽ ആകുന്ന സഹായം തിരുമേനിക്ക് ചെയ്യണം. അവിടെ ജാതിയോ മതമോ ഒന്നും പറഞ്ഞു ദുഷിപ്പ് പറയരുതേ, വേദനിപ്പിക്കുന്ന ഒന്നും പറയരുതേ. നമുക്കാകുമെങ്കിൽ ഈ ഒരു മനുഷ്യനെ, ഈ സഹജീവിയെ നമ്മൾ സഹായിക്കണം. ആ സഹായം നിങ്ങൾ ഓരോരുത്തരോട് നമ്മൾ എപ്പോഴും പറയും, നമ്മൾ ഭിക്ഷ നമ്മുടെ കാര്യത്തിൽ യാചിക്കാറില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കൾ മീൻസ് നമ്മൾ ഓരോരോ ആൾക്കാരും, ഇല്ലാണ്ട് ഇവിടുത്തെ കുട്ടികളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ഭിക്ഷ യാചിക്കാൻ നമുക്ക് മടിയില്ല. ആ ഭിക്ഷയാണ് നമ്മളെ കേൾക്കുന്ന, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ പിന്തുടരുന്ന ഓരോരുത്തരോടും നമ്മൾ ഇപ്പൊ ഭിക്ഷ യാചിക്കുന്നത്. ഈ ഒരു സാധുവിന് ആകുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് തയ്യാറായി രംഗത്തേക്ക് വരണം. ആകുന്ന സഹായങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മണ്ണാർക്കാട് പയ്യനിടമാണ്. ഏതാ തിരുമേനി അങ്ങയുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണ്? പയ്യനിടത്തിൽ ഏതാ ക്ഷേത്രം? ശ്രീകുറുമ്പക്കാവ്. പയ്യനിടം ശ്രീകുറുമ്പക്കാവിന്റെ തൊട്ടാണ് തിരുമേനി താമസിക്കുന്നത്. മുട്ടിയിലാണ് പെട്ടിക്കട ഉള്ളത്. അവിടെ 5 മിനിറ്റ് താഴോട്ട് വരണം. ഓക്കെ. അതിൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്
ക്ഷേത്രത്തിന്റെ അവിടെ വന്ന സമ്പണ്ട തിരുമേനിനെ പറഞ്ഞാൽ അറിയാലോ, നാരായണ നമ്പൂതിരിനെ പറഞ്ഞാൽ. ഓക്കെ. അപ്പോ എന്താ വെച്ചാല് ആരെങ്കിലും അന്വേഷിച്ച് നേരിട്ട് ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പയ്യനടം ശ്രീകുറുമ്പക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നാരായണ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ അറിയാം. ഇനി അറിയില്ല, നീ പെട്ടിക്കടയൊക്കെ നടത്തിയിരുന്ന നമ്പൂതിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആരും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചോദിച്ചുകൊണ്ട് നേരിട്ട് പോയിട്ടാണ് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അല്ലാത്ത ഒരു ഗൂഗിൾ പേ വിധാനത്തിൽ ചെയ്യുക, അതല്ല നേരിട്ട് ഏതെങ്കിലും പാഴ്സൽ സംവിധാനത്തിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ട കാര്യം പറഞ്ഞു. പക്ഷെ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ലാണ്ട് നമ്മളെന്നെ പോയി കണ്ടതാണ്. കൂടാതെ സഹായിക്കാൻ മക്കളാരുമില്ല. നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് മക്കളായിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട ചെയ്യുക എന്നുകൂടി പറയാൻ വിശാല വീക്ഷണം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ തിരുമേനി എന്താ വെച്ചാൽ കൂടുതൽ അങ്ങയെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ അങ്ങയുടെ വയ്യായിക അങ്ങ് പൂജ ചെയ്ത് പോയി ആരോഗ്യത്തോടുകൂടി ഇരുന്ന സമയത്തും അതിനുശേഷം ചെറുതായിട്ട് വയ്യായിട്ട് ഇരുന്നപ്പോൾ ജോലി ചെയ്തിരുന്നതും ആകുന്ന ജോലികളെല്ലാം ചെയ്യുന്നു. അവസാനം ഈ തലയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ തൃശ്ശൂർ പോയി ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ ഇതിനെ പിന്നീട് പൂർണ്ണമായി മെല്ലെ മെല്ലെ തളരുകയായിരുന്നു എന്നും അതുവരെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ എന്തെങ്കിലും മിച്ചം വെച്ചിരുന്നെങ്കിൽ അതെല്ലാം ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ചെലവായത് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് അത് ചോദിക്കുന്നില്ല, കേൾക്കുന്നവരോടും പറയാം. അദ്ദേഹം മിച്ചം വെച്ച പൈസ മുഴുവൻ അദ്ദേഹത്തിന് തൃശ്ശൂരുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുഴുവൻ തുടച്ച് ഒന്നുമില്ലാതെ പിന്നീട് അവിടുന്ന് ഇറങ്ങിപ്പോരാൻ പോലും മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് തിരുമേനി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് നമുക്ക് അറിയുന്നുണ്ട്. അത് തിരുമേനിയെ സാക്ഷി എടുത്ത് നിങ്ങളോട് പറയാണ്. പിന്നീടുള്ള ഓരോ ദിവസം ജീവിത പെട്ടിക്കട കൊണ്ടായിരുന്നു. അവിടേക്ക് നിത്യേന ഒരു പിടിക്കുന്ന സ്റ്റാൻഡ് പിടിച്ചോണ്ട് അതിന്റെ പേര് പറയാൻ നമുക്കറിയില്ല പോയിരുന്നത്. ഒരുപാട് കുന്നു കയറിയിട്ട് വീണിട്ട് നമ്മുടെ മുന്നിൽ തന്നെ അദ്ദേഹം വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഓടിപ്പോയി പിടിക്കാച്ചിട്ട്, കാരണം ആ സ്ഥലമൊക്കെ അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ ആ വഴി ശരിയാക്കിയില്ലേ ചോദിച്ചത്. ഇറങ്ങാനും കയറാനും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ എന്താ പറയുക വീണിട്ടും അങ്ങനെയൊക്കെ അദ്ദേഹം കടയിൽ പോയിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നു. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇതായി കഴിഞ്ഞാൽ പോയിരുന്ന മനുഷ്യൻ ഇന്ന് ഒട്ടും വയ്യാതെ കിടക്കുമ്പോൾ നമുക്കാകുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരു കാര്യം തന്നെയാണ് ഈ അറിയുന്ന ഈ സാധുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്. സുമനസ്സുകളുടെ സഹായം നമ്മളും അഭ്യർത്ഥിക്കുകയാണ്, തേടുകയാണ്. ഈ സ്തംഭാണ്ട നാരായണ നമ്പൂതിരിപ്പാടിന് തന്നാലാകുന്ന സഹായം എല്ലാവരും ചെയ്യുക, അദ്ദേഹത്തെ സഹായിക്കുക. അദ്ദേഹത്തിന് സാധ്യമാണെങ്കിൽ നമുക്ക് എണീറ്റ് നടത്തിക്കുക തന്നെ വേണം. അദ്ദേഹത്തെ ഇനിയും നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് കാണണം. അല്ല, അദ്ദേഹം വെട്ടിക്കട നടത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ആ കട വികസിപ്പിച്ച് അവിടെ തന്നെ നല്ല ഒരു കച്ചവടക്കാരൻ ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്താൻ നമുക്കാകുമെങ്കിൽ അതിന് നമുക്ക് ഒരു ചെയ്യണം. പിന്നെ കൂടെ കടയിലാണെങ്കിലും ശരി, കടയിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടെങ്കിൽ ആ കടയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നമുക്ക് സഹായിക്കാം. അങ്ങനെ സാമ്പത്തികം കൊടുക്കുന്നതിനൊപ്പം ആ കട ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, നിത്യം ഒരാൾക്ക് ഭക്ഷണത്തിന് അന്നത്തിനുള്ള വക കൊടുക്കും, ഇങ്ങനെ പണം കൊടുക്കുന്നതിനേക്കാൾ അതിനുള്ള വിഹിതം കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതിനുള്ള സ്വയം കണ്ടെത്താൻ അവർക്കാവുമെങ്കിൽ അതിനും വിരോധമില്ല. എന്നാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതിന്റെ അപ്പുറം ഇത്തരത്തിലുള്ള ഉപജീവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സഹായങ്ങളും നമ്മുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കാര്യം, ഇന്നത്തെ ഈ സംസാരം, നമ്മളിവിടെ അഭിമുഖം അല്ലെങ്കിൽ ഒരു ചർച്ച, ഈ ഒരു ഇതേതുമായിട്ടുള്ള പരിചയപ്പെടുത്തൽ നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ് തിരുമേനി. അപ്പൊ എന്തായാലും ഇത്രയും നേരം വയ്യാണ്ടാണെങ്കിലും കിടന്നിട്ട് അദ്ദേഹം കിടക്കുകയാണ്, ഒട്ടും നീക്കാൻ വയ്യ, ഫോൺ നടത്തിയിരിക്കാം. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലും നമ്മളുടെ ഒപ്പം സഹകരിച്ച് അവിടെ കിടന്ന് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഗൗരവം അദ്ദേഹത്തിന് ഇല്ലായ്മ കൊണ്ടാണ്. എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ദാരിദ്ര്യ വിഷമത ആരും പറയില്ല. അതുകൊണ്ട് ആ ഇല്ലായ്മ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഏവരും സഹായിക്കുക. നമുക്ക് അത് നമ്മൾ ചെയ്യും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക. നമ്മൾ നമ്മളുടെ പിൻപറ്റുന്ന ശിഷ്യരോടും അതുപോലെ തന്നെ ഭക്തരോടും, അല്ല ഇതിലൊന്നും പെടാതെ നമ്മളെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണാൻ സാഹചര്യമുള്ളവരോട്, കാണാൻ ഉണ്ടായവരോടൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു സമ്പാണ്ട നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ എല്ലാവരും സഹായിക്കുക, അതിനുവേണ്ടി സഹകരിക്കുക. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലത്താനും കരുനീലിയമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാനമക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. ഓം ഹരി നമ ചണ്ടാള രൂപായ ഗുരുഗുരു ശ്രീപാദകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.